ഹായ്, ഒരു കുത്തി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊക്കെ തമ്പനിയിൽ കണ്ട പോലെ ചുമന്ന ചീര ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. ചുമന്ന ചീര തോരൻ, എസ്പെഷ്യലി ചക്കക്കുരു ഇട്ട് ചുമന്ന ചീരയുടെ തോരൻ പറയുമ്പോൾ തന്നെ വായി വെള്ളം ഓടുന്നുണ്ട്. അപ്പം ഇതിപ്പം വേറെ ഓരോന്നിൻ്റെ കൂടെ ചേർത്തിട്ട് മാവൊക്കെ കുഴച്ചിട്ട് ഇത് വെച്ചിട്ട് വടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയൊക്കെ ഞാനിങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോരനാണ് ഇഷ്ടം, ചക്കക്കുരു ഇട്ട് ചുമന്ന ചീരയുടെ തോരൻ. ചിലർ ഇതിനകത്ത് അവിയലിനകത്തൊക്കെ ചേർക്കാറുണ്ട്. എനിക്ക് ആ കളർ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ റെഡ് ചീരയുടെ ഗുണങ്ങൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്കും അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാണ് ചെയ്യുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറിവല്ലേ, ഒരു അറിവും ചെറുതല്ല എന്നല്ലേ പറയുക. അപ്പോൾ എനിക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, പിന്നെ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാമല്ലോ. പിന്നെ ഷെയർ ചെയ്തിട്ട് നിങ്ങളെ പരിചയക്കാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാനും പറ്റും. എനിക്കൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടും, അല്ലെങ്കിൽ ഇത്തിരി വ്യൂ കിട്ടും. അപ്പോൾ അത് വളരെ കുറവാണ്, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ധാരാളം ധാതുക്കളും വൈറ്റമിനുകളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചുവന്ന ചീര. മറ്റേത് ചീരകളേക്കാൾ ചുവന്ന ചീരയ്ക്ക് ഗുണം വളരെ കൂടുതലാണ്. ത്വക്കിനും കണ്ണിനും കോശങ്ങളുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശക്തിക്കും ചുമന്ന ചീര നല്ലതാണ്. കഫം, പിത്തം, രക്തദൂഷ്യം എന്നിവ മാറ്റുന്നു. ദഹനേന്ദ്രിയങ്ങൾക്ക് ബലം കൂട്ടുന്നു. മലശോധന ഇത് ക്രമീകരിക്കും. ഉറക്കക്കുറവുള്ളവർക്ക് നല്ല ഉറക്കവും ലഭിക്കും. വിളർച്ച, മൂത്രതടസ്സം എന്നിവ കുറയ്ക്കാറുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ചുമന്ന ചീരയില വളരെ നല്ല രീതിയിൽ നിങ്ങൾ ചേർക്കണം കേട്ടോ.